ഇതാണ് നൈഫ്. ഇത് ഫയർ സ്റ്റീല്, ഫെറോസിരിയം റോഡ് എന്നൊക്കെ പറയും, ഫെറോ റോഡ് എന്ന് പറയും. പിന്നെ ഇതാണ് ഫെറോ റോഡിൻ്റെ സ്ട്രൈക്കർ. പിന്നെ ഇത് റേഞ്ചർ ബാൻഡ് എന്ന് പറയും. സംഭവം നമ്മുടെ സൈക്കിൾ ട്യൂബൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണിത്. പിന്നെ ഇവിടെ പാരക്കോഡുണ്ട്. അതൊരു 6 ഫീറ്റിൽ കൂടുതൽ പാരക്കോഡ് ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് ഈസി ആയിട്ട് ആ സാധനം ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു അഡ്ജസ്റ്റബിൾ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫയർ സ്റ്റീൽ ശരിക്കും നമ്മുടെ ഈ സ്ട്രൈക്കർ വെച്ചിട്ട് അതിൽ ചെയ്യുമ്പോൾ ഈ സ്ട്രൈക്കറിന് ഇതിനേക്കാളും ഹാർഡ്നെസ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഒരു ലെയർ മെറ്റൽ ഇത് ഇങ്ങനെ ചെത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ആ മെറ്റലിൻ്റെ പീസിന് ഹീറ്റ് കൂടിയിട്ട് അതാണ് ഈ സ്പാർക്കായിട്ട് വരുന്നത്. പിന്നെ നൈഫും ഇതിപ്പം സ്റ്റാൻലിയുടെ ഒരു ഫിക്സ് ബ്ലേഡ് നൈഫാണ്. സ്റ്റാൻലി ശരിക്കും പവർ ടൂൾസൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. സ്റ്റാൻലിയുടെ ഡ്രിൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് മറ്റേ റബ്ബറൈസ്ഡ് ഹാൻഡിലും അവരുടെ ബ്രാൻഡിങ് സംഭവമൊക്കെ ഉണ്ട്. ഡ്രോപ്പ് പോയിൻറ്റ് ബ്ലേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് ഫിക്സ് ബ്ലേഡ് ആയതുകൊണ്ട് ഭയങ്കര റഫ് യൂസിന് പറ്റും. ഹാൻഡിലിൻ്റെ ഷേപ്പായാലും ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ കൈ പിടിക്കുമ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ സ്ലൈസിങ്ങിനും കട്ടിങ്ങിനും പിയേഴ്സിങ്ങിനും എല്ലാത്തിനും പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഇതിപ്പം ഒറിജിനലി ഈ നൈഫ് ഈ ഒരു ബ്ലേഡ് ഫിനിഷിലല്ല വരുന്നത്. ഇതിപ്പം മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കാർബൺ സ്റ്റീലാണ്. അപ്പോൾ കാർബൺ സ്റ്റീൽ കൊറോഡാവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റീന എന്നൊരു സംഭവമുണ്ട്, വിനിഗറിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് സ്റ്റീലിൻ്റെ ഫിനിഷല്ല, ഒരു ബ്ലാക്കിഷ് ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഒരു ഓക്സിഡേഷൻ ലെയറാണ്, ഓക്സിഡൈസ് ചെയ്തൊരു ലെയറാണത്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഈ കൊറോഷനും സാധനങ്ങളൊന്നും വരത്തില്ല. അതിപ്പം നനഞ്ഞാലും വലിയ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക, അതാണ് മെയിൻ. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമ്പിംഗ് നൈഫ്. ഏകദേശം ഒരു 8 ഇഞ്ച് വലുപ്പമുണ്ട് ഇതിന്. 4 ഇഞ്ച് ബ്ലേഡും 8 ഇഞ്ച് ഓവറോൾ ലെങ്തും അങ്ങനെ. പിന്നെ ഇവിടെ ഒരു ലാനിയാർഡ് ഹോളുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം വല്ലോ ക്ലിപ്പോ സാധനങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് തൂക്കിയിടുകയും ചെയ്യാം, അങ്ങനെയൊക്കെ. ഇപ്പോൾ പലരും ചോദിക്കും ഈ സാധനത്തിൻ്റെ ഗുണം എന്താണെന്ന്. ഒരു ലൈറ്റർ എടുത്താൽ പോരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൈമറി ഇഗ്നിഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യരുത് ഒരിക്കലും. എന്തൊക്കെ കാണിച്ചാലും ക്യാമ്പിങ്ങിന് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ലൈറ്റർ വേണം. അപ്പോൾ ഇൻ കേസ് ഈ ലൈറ്റേഴ്സിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ലൈറ്റർ ഇപ്പം ഒന്ന് നനഞ്ഞു, നമ്മളിപ്പം വെള്ളത്തിൽ വീണു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പം ലൈറ്ററിന് പിന്നെ വർക്കാവത്തില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കുറേ നേരം ഉരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് സെറ്റാക്കിയാലും സാധനം വരും. ആ 2 സെറ്റ് ചെയ്യാം, 2 സെറ്റ് ചെയ്യാം. കിടക്കട്ടെ. ഞാൻ മറ്റേ ഫയർ സ്റ്റീൽ വെച്ചിട്ട് ഒരു സാധനം കത്തിക്കാൻ നോക്കുക. സെറ്റ്.
പുല്ല് നല്ല അടിപൊളി ടിൻഡർ സോഴ്സാണ്. ഇതിൻ്റെ ഒരു 2-3 കെട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പാമ്പൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ചെറിയ ചെറിയ ചുള്ളിക്കമ്പ് എന്തെങ്കിലുമൊക്കെ. ഇതാണ് നമ്മുടെ പായസം. A few moments later. Much later. There it is! There it is! വിറകും തണുത്ത് മരവിച്ച് ചാടറാ. കത്താനൊരു പാട്. പിന്നെ ഈ ഫെറോ റോഡ് വെച്ച് ചെയ്യുമ്പോഴേ നീ ഇപ്പം ചെയ്തോളൂ ചെയ്തേ. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പാർക്ക് വരികയാണെങ്കിലും നമ്മുടെ നൈഫ് വന്ന് ടിൻഡറിലാണ് ഇടിക്കുന്നത്. അപ്പം ഇതവിടെ വെക്ക്, നൈഫും അവിടെ വെക്ക്, എന്നിട്ട് ഇത് മൂവ് ചെയ്യും. അങ്ങനെ അങ്ങനെ നീ ആദ്യമേ ഈ പുല്ലിൻ്റെ സാധനമില്ലേ, ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഒടിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ടാക്കണം. അപ്പുറത്തൊന്നും വിൻഡും വരുന്നില്ല.
വാലി ആയതുകൊണ്ട് നൈസ് തണുപ്പാണ്. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ, അതായത് ഫയർ വുഡ് ഇടുന്നത് ഇപ്പം ഈ പുല്ലും സാധനങ്ങളൊക്കെ ഏറ്റവും ആദ്യം ഇടണം. എന്നിട്ട് അത് ആദ്യം ലൈറ്റ് ചെയ്യണം. അതിൻ്റെ മുകളിൽ ചെറിയ ചുള്ളിക്കമ്പ് സാധനങ്ങളൊക്കെ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ മുകളിലോട്ട് വേറെ വലിയ കമ്പ് ഇടുന്നത്. അതുപോലെ തന്നെ ഇപ്പം ചില കമ്പിളിപ്പോൾ ഈ കമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറച്ച് തണുപ്പുള്ള സാധനമാണ്. അപ്പോൾ ഈ തീ വെച്ചതിൻ്റെ സൈഡിൽ ഇതുപോലെ കൊണ്ടുവെക്കണം. അപ്പോൾ ഇത് പതുക്കെ അതിൻ്റെ ചൂടടിച്ചിട്ട് ഈ സാധനം പതുക്കെ ഡ്രൈ ആവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തീയുടെ മുകളിൽ എടുത്ത് വെക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം.